നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഞാൻ വളരെയധികം വേദനയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടല്ലേ സ്നേഹമോള്. ഈ കുട്ടി സിവിൽ സർവീസിന് പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് 2 കിഡ്നി ഫെയിലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസത്തോളം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ എന്തായാലും വളരെയധികം ഒരു സാധാരണ കുടുംബമാണ് ഇത് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട്, അതായത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ കല്ലടിക്കോട് പറക്കാട് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെയധികം വേദന വന്നു. സാധാരണ ഒരു കുടുംബത്തിന് ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ്റെ കിഡ്നി നോക്കിയാൽ ശരിയാവില്ല, ഇനി ബ്രദറിൻ്റെ ഇത് നോക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇനി മാറ്റിവെക്കേണ്ട ഒരു ഇത് വരുന്ന സമയത്ത് 10-20 ലക്ഷം രൂപയോളം ഈ കുടുംബത്തിന് ചിലവ് വരുന്നുണ്ട്. ഇതൊരിക്കലും സാധാരണ ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് താങ്ങാവുന്ന ഒരു തുകയല്ല. നമ്മൾ കേരളത്തിൽ എത്രയോ ആളുകളെ നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കണ്ടിട്ടും ഒക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്കും അതുപോലെ വിദ്യാഭ്യാസവും ഒക്കെ ആഗ്രഹിച്ചും സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് മാക്സിമം എല്ലാ ആളുകളും അവനെ കൊണ്ട് കഴിയുന്ന തുക, ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് നമ്പറും ഇവരുടെ QR കോഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഫോൺ നമ്പറും കൊടുക്കാം. അപ്പോൾ മാക്സിമം കഴിയാവുന്ന തുക എല്ലാവരും ഇവർക്ക് സഹായിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു കുടുംബവും അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയും രക്ഷപ്പെടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എൻ്റെ നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ മുമ്പ് ഇതേപോലെ വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം കഴിയാവുന്ന ആളുകളൊക്കെ സഹായിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് കുട്ടി എന്നുള്ളത് നമുക്ക് കുട്ടിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രായത്തിൽ ഇതേപോലുള്ളൊരു കുട്ടിയെ സംരക്ഷിച്ച് നിർത്തേണ്ട, അല്ലെങ്കിൽ അവരുടെ ജീവിതം രക്ഷിക്കേണ്ട ഒരു ബാധ്യത നമ്മളെല്ലാ ആളുകൾക്കും ഉണ്ട്, എന്നെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഇതൊരു അപേക്ഷയായിട്ട് തന്നെ കണക്കാക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ കുട്ടിയോട് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചോദിക്കാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ പേര് സ്നേഹ ഗോപി. ഞാൻ MSc കഴിഞ്ഞിരുന്നു. MSc ബോട്ടണിയാണ് പഠിച്ചത്. അതിനുശേഷം സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2024 എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നീട് ക്രിയാറ്റിൻ ലെവൽ കൂടിയെന്ന് പറഞ്ഞ് കിഡ്നിക്ക് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് കണ്ടെത്തുന്നതും. അതിനുശേഷം 1 വർഷത്തോളം മരുന്നിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞപ്പം ഡോക്ടർ ഡയാലിസിസിലേക്ക് മാറാൻ പറഞ്ഞു. ഡയാലിസിസ് ആഴ്ചയിൽ 2 ആയിരുന്നു ആദ്യം. കഴിഞ്ഞ ഡിസംബറിൽ അത് ആഴ്ചയിൽ 3 ആക്കി. ഇപ്പം ആഴ്ചയിൽ 3 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റിലേക്ക് പോകാൻ പറഞ്ഞു. കാരണം ഡയാലിസിസിൽ അധികം പോയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഇക്രയിൽ ട്രാൻസ്പ്ലാന്റിന് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ആദ്യം അച്ഛനായിരുന്നു തരാമെന്ന് പറഞ്ഞത്. ഇപ്പം അച്ഛൻ്റെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം ബ്രദറിൻ്റെ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 10-20 ലക്ഷം രൂപ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഞങ്ങളുടെ സാധാരണ കുടുംബമായതുകൊണ്ട് അതിന് അപ്പുറമാണ് ഈ 20 ലക്ഷം രൂപ പറയുന്നത്. ഒന്നാമത് ഡയാലിസിസ് ആഴ്ചയിൽ 3 ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റും കൂടി വരുമ്പോഴേക്കും അത് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹ ഗോപിയുടെ അമ്മയാണ്. എൻ്റെ മോളുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. എല്ലാ സഹായം പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. 20 ലക്ഷം രൂപ ചെലവ്. ഇപ്പം തന്നെ 10-12 ലക്ഷം രൂപയായി. നെന്മാറയും അമല ഹോസ്പിറ്റലിൽ വരുന്നു. 1 മാസത്തോളം വെന്റിലേറ്റർ ICUലായിട്ട് കഴിയായിരുന്നു കുട്ടി. രക്ഷപ്പെട്ടു വന്ന് ഇനിയാണ് ബാക്കി കാര്യങ്ങൾക്ക് കാശ് വേണ്ടത്. 20 ലക്ഷം രൂപ ചെലവ് വരും. അച്ഛനാണ് കിഡ്നി കൊടുക്കുന്നത്. അച്ഛന് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് ഇപ്പം മകൻ ആങ്ങളെ കൊടുക്കാന്ന് തീരുമാനിച്ചിരിക്കുന്നു. പൈസയാണ് ഇപ്പം ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരാണ്, അത് താങ്ങാൻ പറ്റുന്നില്ല. പറ്റുന്ന ആളുകൾ കഴിയുന്ന സഹായം ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ.